സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ചെറുതുരുത്തിയിലെ നിയമലംഘന കേന്ദ്രത്തിന് ലോക്കിട്ട വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത്. ഭാരതപ്പുഴയോരത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന നീള ബോട്ട് ക്ലബിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സർക്കാർ സംവിധാനങ്ങളുടെ ഒരു അനുമതിയുമില്ലാതെ 6 മാസത്തോളമായി നിയമങ്ങളെ വെല്ലുവിളിച്ച് നീള ബോട്ട് ക്ലബ്ബ് പ്രവർത്തിച്ചു വരികയാണ്. നിലം നികത്തിയും പുറമ്പോക്കും പുഴയോരവും കയ്യേറിയും നീള ബോട്ട് ക്ലബ്ബ് പ്രവർത്തിക്കുന്നുവെന്ന പരാതിയും ആക്ഷേപവും പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. ഒരു അനുമതിയുമില്ലാതെ ജലസവാരി, നിയമം ലംഘിച്ച ഉല്ലാസ പാർക്ക്, ആരോഗ്യവകുപ്പ് അറിയാതെ ഭക്ഷണ വിളമ്പൽ കേന്ദ്രം, നിയമം ലംഘിച്ച പണം വാങ്ങി മറ്റു വിനോദ പരിപാടികൾ തുടങ്ങി നിലയ്ക്കാത്ത നിയമലംഘനത്തിന്റെ കേന്ദ്രമായ നീള ബോട്ട് ക്ലബിന്റെ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. 6 മാസത്തോളമായി നിയമലംഘനത്തിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന് CPIM ഭരിക്കുന്ന വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ ചിലയാളുകളുടെ ഒത്താശയുണ്ട് എന്ന ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അതേ ഭരണസമിതിയിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ AR ഗിരീഷിന്റെ ബോട്ട് ക്ലബ്ബ് അടിമുടി നിയമലംഘനത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന വെളിപ്പെടുത്തലും ശ്രദ്ധേയമായി. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഏറ്റുപിടിച്ച് തെരുവോരങ്ങളിൽ പോലും പ്രതിഷേധ സമരം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംഘടനകളും ഈ മൂക്കിൻ തുമ്പത്തെ കടുത്ത നിയമലംഘനത്തിനെതിരെ നാവനക്കിയില്ല എന്നുള്ളതും കള്ളന് കഞ്ഞിവെച്ച് നൽകുന്നതിന് സമാനം. പ്രതിസന്ധികൾ ഏറെയുണ്ടായിട്ടും നിയമം ആർജവത്തോടെ നടപ്പിലാക്കിയ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെയും മറ്റു ചില ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്റെ പാർട്ടി ഇത്തരം അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ തന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ചങ്കൂറ്റത്തോടെ ഏറ്റുപറഞ്ഞ് രംഗത്ത് വന്ന ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും 4ാം വാർഡ് മെമ്പറും DYFI നേതാവുമായ AR ഗിരീഷിന്റെയും ഉറച്ച നിലപാടുകൾക്കൊടുവിലാണ് ഇപ്പോൾ നിയമലംഘന കേന്ദ്രത്തിന്റെ പ്രവർത്തന അനുമതി നിഷേധിച്ചിരിക്കുന്നത്.